രാഷ്ട്രീയം കത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും തമിഴ്നാട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഏത് തരത്തിലാണ് പല രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ മുതലെടുപ്പ് നടത്തുന്നത് തുടങ്ങിയതടക്കമുള്ള ചർച്ചകളിലേക്ക് കൂടി കടക്കുന്നൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. കെ വി ശ്രീധരൻ ചേർന്ന വിവരങ്ങളുമായി. ശ്രീധരൻ, ഇതിൽ ആരെ കുറ്റപ്പെടുത്തും എന്ന കാര്യത്തിലാണ് സർക്കാരിന് പൂർണ്ണമായും കൈകഴുകാൻ കഴിയില്ല. കാരണം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അനുസരിച്ച് ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു പരിപാടിക്ക് ഈ ഒരിടം അല്ല നൽകേണ്ടിയിരുന്നത്. ഇതിലേറെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരിടം നൽകാമായിരുന്നു. അങ്ങനെയുള്ളൊരിടം അവിടെ ഉണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ നിബന്ധനകളോടെ മാത്രം വിജയുടെ പരിപാടി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അത് നടത്താനുള്ള അനുമതി സർക്കാർ നൽകി? അത് വിജയുടെ പരിപാടിക്ക് എന്തെങ്കിലും തരത്തിൽ കോട്ടം തട്ടട്ടെ എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു എന്ന് പോലും പറയപ്പെടുകയാണ്. അത്തരത്തിലൊരു ആരോപണം TVK കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് മതിയായിട്ടുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയില്ല, സർക്കാർ ഒരുക്കിയില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കണ്ണടച്ചു എന്നുള്ളൊരു ആരോപണം TVK കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിനവർ കാരണമായി ഒരു ഉദാഹരണം പറയുന്നത് സെന്തിൽ ബാലാജി മുൻമന്ത്രി ആണ്. കരൂരിൽ നിന്നുള്ള ശക്തനായിട്ടുള്ള DMK നേതാവാണ്. അദ്ദേഹം ആ സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ ദുരന്തം നടക്കുമ്പോൾ അദ്ദേഹം മിനിറ്റുകൾക്കകം തന്നെ അവിടേക്ക് ഓടിയെത്തി. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിമാർ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി. ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം TVK കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കത്തക്ക ഒരു തെളിവുകളൊന്നും ഇതുവരെ അങ്ങനെയൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതൊരു ആരോപണം മാത്രമായിട്ട്, രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ പരിപാടിക്കിടെ TVKയുടെ പരിപാടിക്കിടെ കറണ്ട് കട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ തടസ്സപ്പെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ മുതൽ തന്നെ വിജയ് ഉന്നയിക്കുന്നുണ്ട്. അതായത് മുൻ യോഗങ്ങളിലൊക്കെ ഈ ജനപങ്കാളിത്തം കണ്ടുകൊണ്ട് വിരളി പിടിച്ചുകൊണ്ട് DMK പ്രവർത്തകർ ഈ സംസ്ഥാന പര്യടനത്തെ പേടിച്ചുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടത്തുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ TVK നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്ര വലിയ ആൾക്കൂട്ടം ഈ പരിപാടിയിൽ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് അത് വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷയൊരുക്കുന്നതിൽ സംഘാടകരും പോലീസും ഒരുപോലെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഈ സംഘാടകരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ വിജയെ പോലെ ഒരു നേതാവ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് വരാൻ സാധ്യതയുള്ള ജനങ്ങളുടെ എണ്ണത്തെപ്പറ്റി ഇവർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായില്ല. ഇതേ ദീർഘവീക്ഷണക്കുറവ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? കാരണം വിജയെ പോലൊരാളുടെ പരിപാടിയിൽ ഈ ഒരു ഇടത്ത് ഇത്രയധികം ആൾക്കാർ വന്നാൽ എങ്ങനെയാണ് അവരെ ഒന്ന് കൈകാര്യം ചെയ്യുക, അവരെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ മുന്നോട്ട് നയിക്കുക എന്ന കാര്യത്തിൽ ഒരു ദീർഘവീക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇല്ലാതെ പോയില്ല. ആവശ്യപ്പെട്ടില്ല, 10,000 പേർക്ക് മാത്രമാണ് സുരക്ഷ വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ 10,000 പേർക്ക് സുരക്ഷ കൊടുത്തു എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുന്നതല്ലോ. തീർച്ചയായിട്ടും. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച അത് പ്രധാനമാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയെ ബംഗളൂരു ദുരന്തവുമായി ഒക്കെ അതിന് സമാനമായി എടുത്താൽ, അന്ന് പോലീസ് ഈ പരിപാടി നടത്തരുത്, അന്നത്തെ ദിവസം നടത്തരുത് എന്ന് കർണാടക പോലീസ് അന്ന് ഈ RCB അധികൃതരോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഈ ക്ലബ്ബ് അധികൃതരുടെയും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ചുമതല താക്കോൽ സ്ഥാനത്തുള്ള ചില മന്ത്രിമാരുടെയും ഒക്കെ നിർബന്ധത്തെ തുടർന്നാണ് അന്ന് പരിപാടി അന്നേ ദിവസം തന്നെ നടത്തുകയും അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഇവിടെ 10,000 ആളുകൾക്ക് പങ്കെടുക്കുന്ന റാലിക്ക് അനുമതി പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ വിജയ് വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു കാർഷിക മേഖലയിൽപ്പെടുന്ന ഒരു കൊച്ചു പട്ടണമാണ് കരൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സിനിമാക്കാരെയൊക്കെ കാണാനൊക്കെ ഓടിയെത്തുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ്. വിജയ് ആണ് വരുന്നത്. ഈ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള ഒരു മുൻകരുതൽ എടുക്കൽ, അതിനുവേണ്ടി സുരക്ഷ ഒരുക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കലിൽ നിന്ന് പോലീസിന് കൃത്യമായിട്ടുള്ള വീഴ്ച പറ്റി എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ്. 27,000 പേർ വന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളൊക്കെ, ദൃക്സാക്ഷികളൊക്കെ നമ്മോട് പ്രതികരിച്ചത്.